കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ്: ശ്രീനാരായണ ഗുരു, ആഗമാനന്ദ സ്വാമി, ചിന്മയാനന്ദ സ്വാമി, ചട്ടമ്പി സ്വാമികൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി, ആഗമാനന്ദ സ്വാമിയാണ്. ഓപ്ഷൻ ബി, ആഗമാനന്ദ സ്വാമി. രണ്ടാമത്തെ ചോദ്യം: മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ്: 38, 32, 34, 36 പല്ലുകളുടെ എണ്ണമാണ്. ശരി ഉത്തരം നിങ്ങൾക്കറിയാം, ഓപ്ഷൻ ബി, 32. അടുത്ത ചോദ്യം: കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻസ്: കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക്, മാംഗനീസ്. ശരി ഉത്തരം ഓപ്ഷൻ സി, സിങ്ക് ആണ്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത്? ഡാർജിലിംഗ്, കൊടൈക്കനാൽ, മുസോറി, നീലഗിരി. ഓപ്ഷൻ ബി, കൊടൈക്കനാലാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി. ശരി ഉത്തരം ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 1990, 1993, 1994, 1996. ശരി ഉത്തരം ഓപ്ഷൻ ബി, 1993. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ആർ ബാലകൃഷ്ണപിള്ള, അക്കാമ ചെറിയാൻ, മന്നത്ത് പത്മനാഭൻ, കെ കേളപ്പൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി, അക്കാമ ചെറിയാനാണ്. അടുത്ത ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? ഓപ്ഷൻസ്: വൃക്ക, പാൻക്രിയാസ്, ശ്വാസകോശം, കരൾ. ഓപ്ഷൻ സി, ശ്വാസകോശമാണ്. ഭാവിയിലെ ഇന്ധനം കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, നൈട്രജൻ ആണോ, ഓക്സിജൻ ആണോ, അതോ ഹൈഡ്രജൻ ആണോ? ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഹൈഡ്രജൻ ആണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് താഴെ തന്നവയിൽ? ഓപ്ഷൻസ്: കൃഷ്ണ, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി നർമ്മദ, ഓപ്ഷൻ ഡി മഹാനദി. ശരി ഉത്തരം ഓപ്ഷൻ സി, നർമ്മദയാണ്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, കെ കേളപ്പൻ, മഹാത്മാ ഗാന്ധി. ശരി ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു, ജവഹർലാൽ നെഹ്റു. രണ്ടാമത്തെ ചോദ്യം: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: രാഷ്ട്രപതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുഖ്യമന്ത്രി, ഗവർണർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഗവർണർ ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആരായിരുന്നു? ഓപ്ഷൻസ്: എ വി കുട്ടിമാളു അമ്മ, ഓപ്ഷൻ ബി അന്ന ചാണ്ടി, ഓപ്ഷൻ സി ആനി മസ്ക്രീൻ, ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. ശരി ഉത്തരം ഓപ്ഷൻ ഡി, അക്കാമ ചെറിയാനാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: പാൻക്രിയാസിലാണോ, ആമാശയത്തിലാണോ, കരളിലാണോ, തൈറോയിഡിൽ ആണോ? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, കരൾ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം സൾഫേറ്റ്, പൊട്ടാസ്യം ബ്രോമൈറ്റ്. ഓപ്ഷൻ സി, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം: മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻസ്: അറബി, ലാറ്റിൻ, ഇംഗ്ലീഷ്, സംസ്കൃതം. ഓപ്ഷൻ എ, അറബിയാണ് ശരി ഉത്തരം. ഏഴാമത്തെ ചോദ്യം: ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ബർദോളി സത്യാഗ്രഹം, കേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് സത്യാഗ്രഹം. ഓപ്ഷൻ സി, ചമ്പാരൻ സത്യാഗ്രഹം ആയിരുന്നു.
അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരായിരുന്നു? ഓപ്ഷൻസ് RK മാത്തൂർ, സൂരജ് ഭാൻ, രാം ധൻ, അലോക് റാവത്ത്. ശരി ഉത്തരം ഓപ്ഷൻ ഡി അലോക് റാവത്താണ്. 9ാമത്തെ ചോദ്യം, 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഓപ്ഷൻസ് കോട്ടയം, കണ്ണൂർ, പുന്നപ്ര, വെങ്ങാനൂർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി വെങ്ങാനൂരാണ്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓപ്ഷൻ എ മെഡുല ഒബ്ലോങ്കേറ്റ, ഓപ്ഷൻ ബി സെറിബെല്ലം, ഓപ്ഷൻ സി സെറിബ്രം, ഓപ്ഷൻ ഡി തലാമസ്. ശരി ഉത്തരം ഓപ്ഷൻ എ മെഡുല ഒബ്ലോങ്കേറ്റ ആണ്. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ഓപ്ഷൻസ് നൈട്രജൻ, ക്ലോറിൻ, ഓക്സിജൻ, സൾഫർ. ശരി ഉത്തരം ഓപ്ഷൻ സി ഓക്സിജൻ ആണ്. 2ാമത്തെ ചോദ്യം, കാൽബൈശാഖി എന്നത് എന്താണ്? ഒരു തരം കാറ്റ് ആണോ? അതൊരു നൃത്തരൂപമാണോ? അതൊരു മേഘത്തിന്റെ പേരാണോ? അതോ ഒരു ഉത്സവത്തിന്റെ പേരാണോ? നമുക്കറിയാം ഓപ്ഷൻ എ കാറ്റ് ആണ് കാൽബൈശാഖി അല്ലെ. 3ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ ഗ്യാനി സെയിൽ സിംഗ്, ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ ശരി ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ മഞ്ചേശ്വരം, മടിക്കൈ, മംഗൽപാടി, ചെമ്നാട്. നമുക്കറിയാം ശരി ഉത്തരം ഓപ്ഷൻ എ മഞ്ചേശ്വരമാണ്. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ അയ്യങ്കാളി, വൈകുണ്ഠസ്വാമി, തൈക്കാട് അയ്യഗുരു, സഹോദരൻ അയ്യപ്പൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമിയാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? ഓപ്ഷൻ തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബ്രം, സെറിബെല്ലം. ശരി ഉത്തരം ഓപ്ഷൻ ഡി സെറിബെല്ലം. 7ാമത്തെ ചോദ്യം, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് അറിയപ്പെടുന്ന പേര് എന്താണ്? അതായത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ്. ഓപ്ഷൻസ് ദ്രവ്യം, ബലം, ഊർജം, പിണ്ഡം. ഓപ്ഷൻ സി ഊർജമാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഓപ്ഷൻസ് കാട്ടുകഴുത, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിപ്പോപ്പൊട്ടാമസ്, ഓപ്ഷൻ ഡി സിംഹം. നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അല്ലെ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. 9ാമത്തെ ചോദ്യം, ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ APJ അബ്ദുൽ കലാം, നീലം സഞ്ജീവ റെഡ്ഡി, ഡോക്ടർ സക്കീർ ഹുസൈൻ, ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്. ശരി ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.28 ശതമാനമാണോ, 1.18 ശതമാനമാണോ, 2.18 ശതമാനമാണോ, അതോ 1.38 ശതമാനമാണോ? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് 1.18 ശതമാനം. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഓപ്ഷൻസ് പയ്യന്നൂർ, തളിപ്പറമ്പ്, പാനൂർ, തലശ്ശേരി. ശരി ഉത്തരം ഓപ്ഷൻ ഡി തലശ്ശേരിയാണ്. 2ാമത്തെ ചോദ്യം, പേശികളെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഓസ്റ്റിയോളജി ആണോ, മയോളജി ആണോ, നെഫ്രോളജി ആണോ, ഫ്രെനോളജി ആണോ? ശരി ഉത്തരം ഓപ്ഷൻ ബി മയോളജി. 3ാമത്തെ ചോദ്യം, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെ അറിയപ്പെടുന്ന പേര് എന്ത്? ഓപ്ഷൻസ് സ്ഥാനാന്തരം, ചലനം, സ്ഥിതികോർജം, കൊഹിഷൻ.
ശരി ഉത്തരം ഓപ്ഷൻ ബി ചലനം ആണ്. 4. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരായിരുന്നു? ഓപ്ഷൻസ് അൽഫോൺസ ഡി അൽബുക്കർക്ക്, പെട്രോ അൽവാരിസ് കബ്രാൾ, വാസ്കോഡ ഗാമ, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. നിങ്ങൾക്കറിയാം ഓപ്ഷൻ സി വാസ്കോഡ ഗാമയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? ഓപ്ഷൻസ് മൂന്നാർ, പുനലൂർ, കുണ്ടറ, തലശ്ശേരി. ശരി ഉത്തരം ഓപ്ഷൻ സി കുണ്ടറയാണ്. അടുത്ത ചോദ്യം, ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏത്? 1795, 1796, 1797, 1798. ശരി ഉത്തരം ഓപ്ഷൻ സി 1797 ആണ്. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏത്? വിറ്റമിൻ സി, വിറ്റമിൻ എ, വിറ്റമിൻ ഇ, വിറ്റമിൻ ബി. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, വിറ്റമിൻ സി. അടുത്ത ചോദ്യം, ഒരു ന്യൂട്ടൺ എന്നത് എത്ര ഡൈൻ ആണ് എന്നുള്ളതാണ്. ഒരു ന്യൂട്ടൺ ഈക്വൽ ടു ഡാഷ് ഡൈൻ. ഓപ്ഷൻസ് 100 ഡൈൻ ആണോ, 10⁵5 ഡൈൻ ആണോ, 98 ഡൈൻ ആണോ, അതോ 102 ഡൈൻ ആണോ? ശരി ഉത്തരം ഓപ്ഷൻ ബി 10�5 ഡൈൻ ആണ്. 9ാമത്തെ ചോദ്യം, ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏത്? ഓപ്ഷൻസ് 1858, 1859, 1860, 1857. ശരി ഉത്തരം ഓപ്ഷൻ എ 1858. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്കറിയാം. ഓപ്ഷൻസ് വായിക്കാം. മൗലിക അവകാശങ്ങൾ, ഇന്ത്യയിലെ പ്രദേശങ്ങൾ, പൗരത്വം, നിർദ്ദേശക തത്വങ്ങൾ. ശരി ഉത്തരം ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഓപ്ഷൻസ് വാറൻ ഹേസ്റ്റിംഗ്സ്, കോൺവാലിസ്, വില്യം ബെൻഡിക്, ഡൽഹൌസി. ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. 2ാമത്തെ ചോദ്യം, ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഓപ്ഷൻസ് തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. ഓപ്ഷൻ എ തെക്ക് ആണ്. തേക്ക് അല്ല കേട്ടോ, തെക്ക് ആണ്. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ് ബയോട്ടിൻ, ഫോളിക് ആസിഡ്, തയാമിൻ, റൈബോഫ്ലാവിൻ. ശരി ഉത്തരം ഓപ്ഷൻ എ ബയോട്ടിൻ. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതായിരുന്നു? 21ാം ഭേദഗതി, 24ാം ഭേദഗതി, 26ാം ഭേദഗതി, 27ാം ഭേദഗതി. ശരി ഉത്തരം ഓപ്ഷൻ ബി 24ാം ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? ഓപ്ഷൻ ബുധൻ, വ്യാഴം, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. നിങ്ങൾക്ക് എന്തായാലും അറിയുമായിരിക്കും. ഓപ്ഷൻ ഡി പ്ലൂട്ടോ ആണ്. അടുത്ത ചോദ്യം, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതായിരുന്നു? ഓപ്ഷൻസ് ആറ്റിങ്ങൽ കലാപമാണോ, ചാന്നാർ ലഹളയാണോ, പൂക്കോട്ടൂർ കലാപമാണോ, അഞ്ചുതെങ്ങ് കലാപമാണോ? നിങ്ങൾക്കറിയാം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അഞ്ചുതെങ്ങ് കലാപം. 7ാമത്തെ ചോദ്യം, മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് പെഡോളജി, മെട്രോളജി, ഡെർമറ്റോളജി, പീഡിയോളജി. ശരി ഉത്തരം ഓപ്ഷൻ എ പെഡോളജി ആണ്. 8ാമത്തെ ചോദ്യം, റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഓപ്ഷൻസ് DDTയെ കുറിച്ചാണോ, ഓസോൺ നാശനത്തെ കുറിച്ചാണോ, അല്ലെങ്കിൽ ഓസോൺ നാശത്തെ കുറിച്ചാണോ, ആഗോള താപനത്തെ കുറിച്ചാണോ, ഹരിതഗൃഹ പ്രഭാവത്തെ കുറിച്ചാണോ? ശരി ഉത്തരം ഓപ്ഷൻ എ DDTയെ കുറിച്ചാണ്. അടുത്ത ചോദ്യം,
സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻസ് 44 ഭരണഘടനാ ഭേദഗതി, 46 ഭേദഗതി, 47 ഭേദഗതി, 49 ഭേദഗതി. ശരി ഉത്തരം ഓപ്ഷൻ എ 44 ഭേദഗതിയാണ്. 10ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? ഓപ്ഷൻസ് മംഗളവനം, സൈലന്റ് വാലി, ഇരവികുളം, നെയ്യാർ. ശരി ഉത്തരം ഓപ്ഷൻ ബി സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്.